മാർവലിന്റെ ഏറ്റവും പുതിയ മൂവിയായ തണ്ടർ ബോൾസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇവളാണ് യെലേന. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ തന്റെ സഹോദരിയായ നട്ടാഷയുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുകയാണ് അവൾ. തന്റെ ജീവിതത്തിന് ഒരു പർപ്പസ് ഇല്ല എന്നോർത്ത് ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. അവൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് CIA ഡയറക്ടറായ വാലന്റീനയ്ക്ക് വേണ്ടിയാണ്. ഈ വാലന്റീന രഹസ്യമായിട്ട് ഓക്സി ഗ്രൂപ്പ് എന്ന കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വാലന്റീന ഏൽപ്പിച്ച ഒരു മിഷന്റെ ഭാഗമായിട്ട് മലേഷ്യയിലുള്ള ഓക്സി കമ്പനിയുടെ ഒരു ലാബിലേക്ക് പാരച്യൂട്ട് വഴി അവൾ പറന്നെത്തുന്നു. പിന്നെ അവിടെയുള്ള ഗാർഡുകളെല്ലാം അവൾ ഒന്നൊന്നായി നശിപ്പിക്കുകയാണ്. അവസാനം അവൾ ഒരു ലാബിലേക്ക് എത്തുന്നു. പക്ഷേ ഫേഷ്യൽ റെക്കഗ്നിഷൻ ആവശ്യമുള്ളതിനാൽ അവസാനത്തെ വാതിൽ തുറക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ആ ലാബ് മൊത്തം നശിപ്പിക്കാൻ അവൾ തയ്യാറെടുക്കുമ്പോൾ കയ്യിൽ തോക്കും പിടിച്ചുകൊണ്ട് ഒരു സയന്റിസ്റ്റ് അങ്ങോട്ട് വരുന്നു. അയാൾ പറയുന്നത് സെൻട്രി പ്രോജക്റ്റിൽ പ്രവർത്തിക്കുന്ന ടീം ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ ഡിസ്കവറി കണ്ടെത്തിയെന്നാണ്. വാലന്റീൻ ഈ ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്ക് ആണ്. അത് കേട്ടപ്പോൾ യെലേന പറയുന്നത് ഈ ലാബിൽ ഗവൺമെന്റിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുന്നുണ്ട്. അത് അവളുടെ എംപ്ലോയർക്ക് ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് എല്ലാ തെളിവുകളും നശിപ്പിക്കാനാണ് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾ പതിയെ ആ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ അയാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പക്ഷെ ഈ സമയത്ത് അയാൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ ഒരിടത്ത് മറഞ്ഞു നിന്നു. പിന്നെ അയാളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കുറച്ച് ബോട്ടിലുകൾ എടുത്തെറിഞ്ഞു. ചെറിയൊരു അവസരം കിട്ടിയപ്പോൾ അവൾ സയന്റിസ്റ്റിന്റെ പുറത്തേക്ക് ചാടി കയറി. അയാൾ ഒരു സ്കാൽപ്പൽ എടുത്തിട്ട് അവളെ കുത്തി. പക്ഷെ അതുകൊണ്ടൊന്നും അവൾ പിടിവിട്ടില്ല. അപ്പോൾ അയാൾ കയ്യിലുള്ള തോക്കെടുത്തിട്ട് അവളെ ഷൂട്ട് ചെയ്തു. പക്ഷെ അത് മിസ്സായി അയാളുടെ മുഖത്ത് തന്നെയാണ് വെടികൊണ്ടത്. ഇനി അയാളുടെ ഫേസ് ഉപയോഗിച്ച് ലാബിലെ മുറിയിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ ആ ലാബ് മൊത്തം ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞു. സൂപ്പർ സോൾജർ ആയ ബക്കി ഇപ്പോൾ ഒരു കോൺഗ്രസ്മാൻ ആണ്. ഇന്ന് അയാൾ യെലേനയുടെ എംപ്ലോയർ ആയ വാലന്റീനയുടെ ട്രയലിൽ പങ്കെടുക്കുകയാണ്. അവർ ഓക്സി കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ മുമ്പ് ജോലി ചെയ്തിരുന്നു. ഈ ഓക്സി കമ്പനി സാധാരണ മനുഷ്യരെ വെച്ച് സൂപ്പർ സോൾജേഴ്സിനെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ പരീക്ഷണങ്ങളിൽ ഒരുപാട് പേർ മരിച്ചിട്ടുമുണ്ട്. ഇതിന്റെ പേരിൽ വാലന്റീനയ്ക്കെതിരെ ഗവൺമെന്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. അതിന്റെ വിചാരണ ആണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ വാലന്റീന അവരുടെ പ്രവർത്തികളെ ന്യായീകരിക്കുകയാണ്. അവർ പറയുന്നത് അവഞ്ചേഴ്സ് ടീം ഇപ്പോൾ ഇല്ലെന്നും ലോകത്തെ സംരക്ഷിക്കാൻ പുതിയ ഹീറോസിനെ വേണമെന്നുമാണ്. അവർ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും കോടതിക്ക് അന്വേഷണം തുടരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പുറത്തെത്തുമ്പോൾ എല്ലാ എവിഡൻസും ഇല്ലാതാക്കണമെന്ന് അവരുടെ അസിസ്റ്റന്റായ മെല്ലിനോട് പറയുന്നു. അന്നത്തെ ദിവസത്തെ രാത്രി യെലേന അവളുടെ അച്ഛനായ അലക്സിയെ വിസിറ്റ് ചെയ്യുന്നു. അയാൾ മുമ്പ് ഒരു ഹീറോ ആയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ സൂപ്പർ സോൾജിയർ റെഡ്മാൻ എന്നായിരുന്നു അപ്പോഴത്തെ പേര്. എന്നാൽ ഇപ്പോൾ അയാൾ ഒരു ലിമോ ബിസിനസ് ആണ് നടത്തുന്നത്. യെലേന പറയുന്നത് താൻ വാലന്റീനയോടൊപ്പമുള്ള ജോലി വിടാൻ ആലോചിക്കുന്നെന്നാണ്. പക്ഷെ അലക്സിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. തനിക്ക് ഇങ്ങനെ ഇരുന്നും അടുത്തൊന്നും ഒരു ആക്ഷനുള്ള ജോലി കിട്ടാനാണ് തന്റെ ആഗ്രഹമെന്നും അയാൾ പറയുന്നു. പിന്നെ യെലേനയോട് പറയുന്നത് നീ നിന്റെ സഹോദരിയെ പോലെ കുറച്ചുകൂടി പബ്ലിക് ഫേസിംഗ് ആയിട്ടുള്ള ജോലി ചെയ്യണമെന്നാണ്. അവിടെ നിന്നിറങ്ങുമ്പോൾ യെലേന വാലന്റീനയെ വിളിക്കുകയാണ്. തനിക്ക് ആളുകൾ കാണുന്ന തരത്തിലുള്ള പബ്ലിക് ഫേസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി തരണമെന്ന് അവൾ ചോദിക്കുന്നു. യെലേന ഇപ്പോൾ ചെയ്യുന്നത് ഒരു സീക്രട്ട് ടൈപ്പിലുള്ള ജോലിയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഗവൺമെന്റിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെങ്കിലും അത് ആരും തന്നെ അറിയുന്നില്ല. വാലന്റീന അത് സമ്മതിക്കുകയാണ്. പക്ഷേ അവസാനമായി ഒരു സീക്രട്ട് മിഷൻ കൂടി അവർക്ക് വേണ്ടി ചെയ്യണം. ഒരു മലയുടെ മുകളിലുള്ള ഓക്സി കമ്പനിയുടെ ഒരു സീക്രട്ട് ബിൽഡിംഗിലേക്ക് പോകണം. അവിടെ കമ്പനിയുടെ വളരെ സീക്രട്ട് ആയിട്ടുള്ള വസ്തുക്കളൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരാൾ ഇന്ന് അത് മോഷ്ടിക്കാൻ വരും. അയാളെ കൊല്ലണം. യെലേനയ്ക്ക് ആ ലാബിലേക്ക് കയറാനുള്ള ആക്സസ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. അവിടെ എത്തിയതിനു ശേഷം ഒരു സ്ഥലത്ത് മറിഞ്ഞിരുന്ന് അതിന്റെ എൻട്രൻസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് യെലേന. ആ സമയത്ത് ഒരു ലേഡി അതിന്റെ അകത്തേക്ക് കയറി പോകുന്നത് കാണുന്നു. യെലേന പതിയെ അങ്ങോട്ട് ചെന്ന് ലാബിന്റെ അകത്തേക്ക് കയറി. അവിടെ ചിതറിക്കിടക്കുന്ന കുറെ ഫയലുകളാണ് അവൾ കാണുന്നത്. അത് മൊത്തം സെൻട്രി പ്രോജക്റ്റിനെ പറ്റിയുള്ളതായിരുന്നു. അവർ പരീക്ഷണം നടത്തിയ ആളുകളെ പറ്റിയൊക്കെ അതിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് ചില ഫയലുകൾ എടുത്ത് അവൾ തന്റെ കയ്യിൽ വെച്ചു. ആ സമയത്ത് ജോൺ വാക്കർ അങ്ങോട്ട് വന്ന് അവളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അയാൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ പോലെ കഴിവുകളുള്ളയാളാണ്. അവർ തമ്മിൽ ഒരു ഫൈറ്റ് തുടങ്ങുകയാണ്. അവൾ പറയുന്നത് വാക്കർ അല്ല തന്റെ ടാർഗറ്റ് എന്നാണ്. പക്ഷെ വാക്കർ ആണെങ്കിൽ തന്റെ ടാർഗറ്റ് യെലേന ആണെന്ന് പറഞ്ഞ് വീണ്ടും അവളെ ആക്രമിക്കുന്നു. അവൻ അവളെ തീർക്കാൻ പോകുമ്പോൾ ടാസ്ക് മാസ്റ്റർ അങ്ങോട്ട് വന്നിട്ട് അവനെ ചവിട്ടി താഴെയിടുകയാണ്. അവൾ വന്നിരിക്കുന്നത് വാക്കറിനെ കൊല്ലാൻ വേണ്ടിയാണ്. വാക്കറും ടാസ്ക് മാസ്റ്ററും തമ്മിൽ ഫൈറ്റ് തുടങ്ങുന്നു. ഇതിനിടയിലാണ് ഗോസ്റ്റ് എന്നു പേരുള്ള ഒരു പുതിയ എതിരാളി കൂടി അങ്ങോട്ട് വരുന്നത്. ഇവളുടെ യഥാർത്ഥ പേര് ഇവ എന്നാണ്. അവൾക്ക് സ്വന്തം ശരീരത്തെ അദൃശ്യമാക്കാനുള്ള കഴിവുണ്ട്. ഹെലേനയുടെ ടാർഗറ്റ് ഇപ്പൊ വന്ന ഈ ഇവയാണ്. പക്ഷെ ഇവ ഇവിടെ വന്നിരിക്കുന്നത് ടാസ്ക് മാസ്റ്ററിന് വേണ്ടിയാണ്. ഹെലേനയും ടാസ്ക് മാസ്റ്റർ കൂടി ചേർന്ന് ഗോസ്റ്റിനെ പലതവണ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ശക്തി കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ 4 പേർക്കിടയിൽ പരസ്പരം ഫൈറ്റ് തുടരുകയാണ്. ഓരോരുത്തരും തങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നവരല്ല, പക്ഷെ മറ്റൊരാളെയാണ് പിന്തുടരുന്നത്. വാക്കർ അവന്റെ ഷീൽഡ് യെലേനയുടെ നേരെ എറിയുമ്പോൾ അവൻ അബദ്ധത്തിൽ അവിടെയുള്ള സ്കാനറിൽ ഹിറ്റ് ചെയ്യുന്നു. അവൻ യെലേനയെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടാസ്ക് മാസ്റ്റർ പിന്നിൽ കൂടെ ജോണിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ പെട്ടെന്ന് ഗോസ്റ്റ് അവർക്കിടയിൽ വന്നിട്ട് ടാസ്ക് മാസ്റ്ററിന്റെ മുഖത്ത് നേരിട്ട് ഷൂട്ട് ചെയ്യുന്നു. ആ സമയത്താണ് ബോബ് എന്ന പേരുള്ള ഒരാൾ കൂടി അങ്ങോട്ട് വരുന്നത്. അവിടെ നടക്കുന്ന ഫൈറ്റിംഗ് ഒക്കെ കണ്ട് അയാൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് അവിടെയുള്ള എല്ലാ ഡോറുകളും അടഞ്ഞ് അവർ എല്ലാവരും അതിനകത്ത് പെട്ടുപോകുകയാണ്. ബോബ് പറയുന്നത് തന്നെ ആരും ഇങ്ങോട്ട് അയച്ചതല്ലെന്നും തനിക്ക് എങ്ങനെ അവിടെ എത്തിയെന്ന് ഓർമ്മയില്ലെന്നുമാണ്. അപ്പോൾ എല്ലാ ഏജന്റുകളും അവർ എന്തിനാണ് അവിടെ വന്നതെന്ന് പറയുന്നു. അവസാനം യെലേനയ്ക്ക് എല്ലാം മനസ്സിലായി. അവരെല്ലാം വാലന്റീനയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. ഈ ഏജന്റുമാരെല്ലാം വാലന്റീനയ്ക്ക് എതിരെ
എതിരെയുള്ള തെളിവുകളായതുകൊണ്ട് അവരെയെല്ലാം പരസ്പരം കൊല്ലിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഈ സമയം ഞാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവ ആ ഡോറിന്റെ നേരെ നടക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു സെക്യൂരിറ്റി സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നു. അതൊരു ഭയങ്കര ഉച്ചത്തിലുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുകയാണ്. ഇത് കേട്ട് എല്ലാവരും ചെവിയും പൊത്തി നിലത്തിരുന്നു. ആ സിസ്റ്റം കാരണം ഇവയ്ക്ക് തന്റെ സ്കിൽ ആ മുറിക്കകത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ സമയം വാലന്റീന ഒരു പാർട്ടി നടത്തുകയാണ്. ഈ പാർട്ടിയിൽ വെച്ച് ബക്കി മെല്ലിന്റെ അടുത്ത് വന്നിട്ട് അയാളുടെ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ്. ഓക്സി ഗ്രൂപ്പിനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്നൊക്കെയാണ് ബക്കി ചോദിക്കുന്നത്. വാലന്റീനയോടൊപ്പമുള്ള ജോലി മടക്കുകയാണെങ്കിൽ തന്നോടൊപ്പം കൂടാം. ബക്കിക്ക് എങ്ങനെയെങ്കിലും വാലന്റീനയുടെ സീക്രട്ട് പുറത്തു കൊണ്ടുവരണം. അതിന് പറ്റിയ വഴി മെല്ലിനെ തന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ് എന്ന് അയാൾക്കറിയാം. മെല്ല് പിന്നെ ചെല്ലുന്നത് വാലന്റീനയുടെ അടുത്തേക്കാണ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ ഏജൻസിനെയും ആ മുറിയിൽ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാലന്റീന മെല്ലിന്റെ കയ്യിൽ നിന്ന് ടാബ് വാങ്ങിയിട്ട് ഒരു ബട്ടൺ അമർത്തുകയാണ്. ഇത് ആ ബിൽഡിംഗിൽ ഒരു അലാറം ട്രിഗർ ചെയ്യുന്നു. ആ മുറി കത്തിച്ച് നശിപ്പിച്ച് കൂടെ ആ ഏജൻസിനെ എല്ലാം കൊല്ലാനാണ് വാലന്റീനയുടെ പ്ലാൻ. അപ്പോഴേക്കും ആ മുറിയിലെ ടെമ്പറേച്ചർ ഉയരാൻ തുടങ്ങി. ഇനി 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. യെലേന എല്ലാവരോടും ആ സൗണ്ട് ബാരിയർ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അത് ഓഫ് ചെയ്താൽ ഇവയ്ക്ക് പുറത്തിറങ്ങി ആ ഡോർ തുറന്ന് അവരെ രക്ഷിക്കാൻ കഴിയും. അങ്ങനെ എല്ലാവരും ആ സ്വിച്ച് തപ്പുന്നതിനിടയിൽ വാൾക്കർ നേരത്തെ തന്റെ ഷീൽഡ് ചെന്ന് തറച്ചു നിന്ന ആ ബോക്സ് കാണുകയാണ്. അതിനകത്ത് ഒരു മനുഷ്യ ശരീരത്തിന്റെ ഷേപ്പിലുള്ള ഒരു അറ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നാണ് ബോബ് വന്നതെന്ന് വാക്കർക്ക് മനസ്സിലായി. യെലേന അപ്പോഴേക്കും ആ സ്വിച്ച് കണ്ടുപിടിച്ചിരുന്നു. വാക്കർ തന്റെ ഷീൽഡ് വെച്ച് ആ സ്വിച്ച് തകർത്ത് കളയുകയാണ്. ഇനി ഇവയ്ക്ക് ആ ഡോറിനുള്ളിലൂടെ പുറത്തിറങ്ങി അത് തുറക്കാൻ സാധിക്കും. അവർ പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ആ ടൈമർ അവസാനിച്ച് അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. എല്ലാവരും രക്ഷപ്പെട്ടെങ്കിലും അവരുടെ ബോധം പോകുകയാണ്. ഈ സമയം യെലേന ഒരു വിഷൻ കാണുന്നു. തന്റെ കുട്ടിക്കാലത്തെ ട്രെയിനിങ്ങിനിടക്കുണ്ടായ ഒരു സംഭവമാണ് അവൾ കാണുന്നത്. തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മിഷൻ എടുക്ക് മരിക്കുന്നു. അവളുടെ ഏറ്റവും മോശമായ ഒരു മെമ്മറി ആയിരുന്നു അത്. ഈ വിഷനിൽ ബോബിനെയും കാണുന്നുണ്ട്. അവൾ അതിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ തന്റെ കൈ ബോബിന്റെ കയ്യിൽ ടച്ച് ചെയ്തിരിക്കുന്നതാണ് അവൾ കാണുന്നത്. പെട്ടെന്ന് വോക്കർ അങ്ങോട്ട് വന്ന് ബോബിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. നമ്മളെല്ലാവരും ഒരു മിഷൻ ആയിട്ടാണ് വന്നത്, പക്ഷെ ഇവൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? തനിക്ക് ഒന്നും ഓർമ്മയില്ലെന്ന് അവൻ സത്യം ചെയ്ത് പറയുകയാണ്. പക്ഷെ വോക്കറിന് അതത്ര വിശ്വാസമായില്ല. അവൻ അതിനിടയ്ക്ക് വോക്കറിന്റെ ഈ ആറ്റിറ്റ്യൂഡ് കണ്ട് നീ ഒരു ഉടായിപ്പ് ക്യാപ്റ്റൻ അമേരിക്ക ആണെന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് സഹികെട്ട വോക്കർ അവനെ ചുമരിനോട് ചേർത്ത് പിടിക്കുകയാണ്. യെലേന വേഗം അവരെ പിടിച്ചു മാറ്റുന്നു. ഇപ്പൊ നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയല്ല വേണ്ടത്, എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ ശ്രമിക്കണം എന്നാണ് അവൾ പറയുന്നത്. ആ സമയം വാക്കർ അവിടെയുള്ള മതിൽ പൊളിക്കുകയാണ്. എല്ലാവരും ആ മുറിയിൽ നിന്ന് പുറത്തു കടന്നു. ഇവരിങ്ങനെ പോകുന്നത് സെക്യൂരിറ്റി ക്യാമറ വഴി വാലന്റിനെ കാണുന്നുണ്ടായിരുന്നു. അവർ മെല്ലിനോട് അവരെ മൊത്തം കൊല്ലാനായിട്ട് നമ്മുടെ ടീമിനെ അങ്ങോട്ട് അയക്കാൻ പറയുന്നു. ഇത് പക്ഷേ അവരുടെ ഡ്രൈവർ ആയിരുന്ന റെഡ്മാൻ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ മെൽ ബക്കിയെ വിളിക്കുന്നു. മെൽ പറയുന്നത് അവൾക്ക് അവനോട് വാലന്റിനെ പറ്റി ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ അവൾ കൊല്ലപ്പെടുമെന്നാണ്. അതുകൊണ്ട് തന്റെ ഫോൺ ട്രാക്ക് ചെയ്താൽ വാലന്റൈനെ കൊടുക്കാനുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. അതിനുശേഷം മെൽ വാലന്റൈനോടൊപ്പം പ്ലെയിനിൽ കയറി യെലേനയും സംഘവും ട്രാപ്പായി കിടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുകയാണ്. മെൽ കമ്പനി ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവൾക്ക് ബോബിനെ പറ്റിയുള്ള ഫയൽസ് കിട്ടുന്നു. അവൻ പ്രൊജക്ട് സെൻട്രിയിലെ ടെസ്റ്റ് സബ്ജക്റ്റുകളിൽ ഒരാളായിരുന്നു. എല്ലാ സബ്ജക്റ്റുകളും മരിച്ചുപോയെന്നാണ് വാലന്റീന കരുതിയിരുന്നത്. അതുകൊണ്ട് ബോബ് ആ പ്രൊസീജിയറിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ അതിന്റെ അർത്ഥം സെൻട്രി പ്രോജക്ട് സക്സസ് ആണെന്നാണ്. ഒരു സയന്റിസ്റ്റ് അത് വർക്ക് ചെയ്യിക്കാനുള്ള വഴി കണ്ടെത്തിയിരിക്കുന്നു. ഇതേ സമയം ആ ബിൽഡിംഗിൽ അവർ എല്ലാവരും കൂടി ഒരു ലിഫ്റ്റിലേക്ക് കയറുകയാണ്. വോക്കർ എക്സിറ്റിന്റെ അങ്ങോട്ടേക്ക് ചാടിയെത്താൻ ശ്രമിച്ചെങ്കിലും അത് നല്ല ഉയരത്തിലായിരുന്നതിനാൽ നടന്നില്ല. അപ്പൊ ബോബ് ഒരു ഐഡിയ പറയുന്നു. അവരെല്ലാം കൂടി കൈകളും ബാക്കും ചേർത്ത് പിടിച്ചിട്ട് ഭിത്തിയിൽ ചവിട്ടി മുകളിലേക്ക് നീങ്ങുകയാണ്. കുറെ നേരം കഴിഞ്ഞിട്ടും ഇത് അവസാനിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങുന്നു. അവസാനം എക്സിറ്റ് ഡോറിന്റെ അടുത്തെത്തിയപ്പോഴാണ് അവർ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഏതെങ്കിലും ഒരാൾ ആ ഡോറിൽ പിടിച്ചാൽ മറ്റുള്ളവർ താഴെ വീഴും. വാക്കർ വേഗം യെലേനയുടെ ബാറ്റൻ എടുത്തിട്ട് ആ ഡോറിൽ കുത്തിപ്പിടിച്ച് നിൽക്കുന്നു. ബാക്കി എല്ലാവരും പിടിവിട്ട് താഴെ വീഴുകയാണ്. ഇവ തന്റെ ടൂൾസ് ഉപയോഗിച്ചിട്ട് ആ മതിലിൽ പിടിച്ചു നിൽക്കുന്നു. യെലേനയ്ക്ക് ഇവയെ പിടിക്കാനും പറ്റി. പിന്നെ അവൾ ഒരു കേബിൾ ഇട്ട് കൊടുത്ത് ബോബിനെ രക്ഷിക്കുന്നു. വാക്കർ അവർക്ക് ഒരു ഫയർ ഹൗസ് ഇട്ടുകൊടുത്ത് എല്ലാവരും രക്ഷിച്ചു കയറ്റുകയാണ്. അവസാനം ബോബിന്റെ കയ്യിൽ പിടിച്ചപ്പോൾ അയാൾ പെട്ടെന്നൊരു വിഷൻ കാണുന്നു. അയാൾ ഇപ്പോൾ തന്റെ വീട്ടിൽ നിൽക്കുകയാണ്. അവന്റെ ഭാര്യ അവനോട് മകനെ നോക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അയാളാണെങ്കിൽ ഫോണിൽ തന്നെ കളിയാക്കിക്കൊണ്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവളുമായിട്ട് അതിന്റെ പേരിൽ വഴക്കിടുന്നതാണ് കാണുന്നത്. യെലേന പിന്നിൽ നിന്ന് വിളിക്കുമ്പോഴാണ് അയാൾ ഉണരുന്നത്. അയാൾ പതിയെ ആ കുഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ വേഗം വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഫ്രണ്ട് ഡോറിന്റെ അവിടെ എത്തുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് വാലന്റീനയും ടീമും അവരെ വളഞ്ഞിരിക്കുകയാണ്. യെലേനയും വാക്കറും തമ്മിൽ എന്താ ചെയ്യേണ്ടത് എന്നതിനെ പറ്റി തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവ അവിടെ നിന്ന് അപ്രത്യക്ഷയാവുന്നു. ആ സമയം വാലന്റീന ആ ഓപ്പറേഷൻ നടത്തുന്ന ടീമിന്റെ ഹെഡിനോട് പറയുന്നത് ആരെയും കൊല്ലരുത്, തനിക്ക് ബോബിനെ ജീവനോടെ വേണമെന്നാണ്. ആ സമയം യെലേന ആ ഫ്രണ്ട് ഡോറിന്റെ അവിടെ ഒരു ബോംബ് വെച്ച് തകർത്തു. അതോടെ പട്ടാളക്കാരെല്ലാം കൂടി അതിനകത്തേക്ക് കയറാൻ തുടങ്ങി. അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇരുട്ടത്ത് പട്ടാളക്കാർ നൈറ്റ് വിഷൻ ഉപയോഗിച്ചായിരിക്കും കയറുക. പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്താൽ അവരുടെ കണ്ണിലേക്ക് ഗ്ലെയർ അടിച്ച് അവരുടെ വിഷൻ പോകും. ഈ അവസരത്തിൽ വാക്കർ അവരെ ആക്രമിക്കും. പക്ഷെ യെലേന പവർ ഓൺ ചെയ്യാൻ നോക്കിയിട്ട് സാധിച്ചില്ല. പട്ടാളക്കാർ അകത്തേക്ക് കയറുമ്പോൾ വാക്കർ ഒരു സൈഡിൽ ലൈറ്റ് ഓൺ
ഓൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലൈറ്റ് വരുന്നില്ല എന്ന് കാണുമ്പോൾ വാക്കർ ആ ഇരുട്ടത്ത് പട്ടാളക്കാരുമായി ഫൈറ്റ് ചെയ്യുന്നു. യെലേനയും ബോബും ആ കോറിഡോറിൽ എത്തുമ്പോഴേക്കും പട്ടാളക്കാരെല്ലാം മരിച്ചിരുന്നു. വാക്കറെ കാണാനും ഇല്ല. അപ്പോഴേക്കും പുതിയൊരു ടീം കൂടി അകത്തേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. അവർ ആ ബിൽഡിങ്ങിന്റെ അകത്ത് ബോധം കെടുത്താനുള്ള ഗ്യാസ് പ്രയോഗിച്ചു. യെലേന വീണ് കിടന്ന സോൾജേഴ്സിന്റെ മാസ്ക് എടുത്ത് ബോബിന് കൊടുത്തു. എന്നിട്ട് അവരെ ഓരോരുത്തരെയായി അടിച്ച് താഴെ ഇട്ടു. ബോബ് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഒരു ഹോസ് കൊണ്ട് അവന്റെ ദേഹത്ത് കെട്ടിയിട്ടു. ബോബ് തോക്കെടുത്ത് അങ്ങോട്ട് വന്ന ഒരു സോൾജറിനെ വെടിവെച്ചു. പക്ഷെ അത് വാക്കർ ആയിരുന്നു. അയാൾ വീണ് കിടന്ന ഒരു സോൾജറിന്റെ യൂണിഫോം എടുത്തിട്ട് അവിടെ ചത്ത പോലെ കിടക്കുകയായിരുന്നു. പിന്നെ അവർ മൂന്നുപേരും കൂടി സോൾജേഴ്സിന്റെ യൂണിഫോം എടുത്തിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇവ മോഷ്ടിച്ചെടുത്ത ട്രക്കുമായി അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അവിടുന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് സോൾജേഴ്സ് അവരെ തടയുന്നു. മിഷൻ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ആർക്കും പുറത്തു പോകാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. വാക്കർ ഒരു നുണ പറയാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു വെടിശബ്ദം കേൾക്കുന്നു. അവർ നോക്കുമ്പോൾ ബോബ് ട്രക്കിനകത്തില്ല. അവൻ എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മുകളിലേക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രക്കിനെ വളഞ്ഞിരുന്ന സോൾജേഴ്സ് എല്ലാം കൂടി അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. വാലന്റീന എല്ലാവരോടും ഷൂട്ട് ചെയ്യരുതെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നെങ്കിലും സോൾജേഴ്സ് എല്ലാം ബോബിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ അവസരം മുതലെടുത്ത് യെലേനയുടെ സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ബോബ് മരിച്ചിട്ടില്ലായിരുന്നു. അത്രയും ബുള്ളറ്റ് കൊണ്ടിട്ടും അവൻ ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് വാലന്റീനയും ടീമും അന്തം വിട്ടു നിൽക്കുകയാണ്. അവൻ പതിയെ വായുവിൽ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ ആകാശത്തേക്ക് കുതിച്ചു പൊങ്ങി. ഇത് യെലേനയും സംഘവും ട്രക്കിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അവന്റെ ബോധം പോകുകയാണ്. അവൻ നേരെ താഴേക്ക് വീണു. അവന്റെ വീഴ്ചയുടെ ശക്തി കാരണം അവിടെ മുഴുവൻ കുലുങ്ങാൻ തുടങ്ങി. അവരുടെ ട്രക്കാണെങ്കിൽ തെറിച്ച് താഴേക്കും വീണു. അവർ മൂന്നുപേരും കൂടി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഇപ്പൊ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. വാലന്റീന ആളുകൾ വെച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തുകയായിരുന്നെന്ന്. യെലേന ആ ബിൽഡിംഗിൽ നിന്നെടുത്ത പേപ്പേഴ്സ് അവർക്ക് കാണിച്ചു കൊടുത്തു. അതിൽ ഒരു സൂപ്പർ ഹീറോയുടെ സ്യൂട്ടിന്റെ പടം ഉണ്ടായിരുന്നു. അത് സെൻട്രി എന്ന് അവർ പേരിട്ടിരിക്കുന്ന സൂപ്പർ ഹീറോക്ക് വേണ്ടിയുള്ളതാണ്. പിറ്റേന്ന് രാവിലെ കമ്പനിയുടെ ഹെലികോപ്റ്റർ വന്നിട്ട് ബോബിനെ എടുത്തോണ്ട് പോകുകയാണ്. വാലന്റീനയുടെ പഴയ ഒരു ഫെസിലിറ്റിയിലേക്കാണ് ബോബിനെ കൊണ്ടുപോകുന്നത്. ഈ സമയം യെലേനയും സംഘവും ആ മരുഭൂമിയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടക്കുകയാണ്. ദൂരെ നിന്നും ഒരു കാർ വരുന്നതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ മൂന്നുപേരും അതിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ഒളിക്കുന്നു. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ കാർ ഏതാണെന്ന് യെലേനക്ക് മനസ്സിലായി. അത് അലക്സിയാണ്. ഇന്നലെ വാലന്റീന ഇവരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന കാര്യം കേട്ടത് ഇവരോട് പറയാൻ വന്നതാണ് അലക്സി. അയാൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടി തന്റെ പഴയ റെഡ് സ്യൂട്ട് ഒക്കെ ധരിച്ചിട്ടാണ് വന്നത്. അവർ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാലന്റീനയുടെ സോൾജേഴ്സ് അവരെ പിന്തുടർന്ന് വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അലക്സ് ഒരു വോഡ്ക ബോട്ടിൽ എടുത്തിട്ട് അതൊരു മോളോട്ടോ ബോംബ് പോലെയാക്കി ആ ട്രക്കുകളുടെ നേരെ എറിയുകയാണ്. പക്ഷേ ട്രക്കുകൾക്ക് നല്ല ആർമർ ഉള്ളത് കൊണ്ട് അവയ്ക്കൊന്നും സംഭവിച്ചില്ല. ഇവ പെട്ടെന്ന് കാറിന്റെ ബാക്കിലേക്ക് വന്നു. പക്ഷെ ആ ട്രക്കുകൾക്ക് സൗണ്ട് ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് അവർ ഇവയുടെ സ്കില്ലിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. അവർക്ക് തിരിച്ച് കാറിലേക്ക് തന്നെ കയറേണ്ടി വന്നു. വാക്കർ തന്റെ ഷീൽഡ് ഉപയോഗിച്ച് ബുള്ളറ്റുകളെല്ലാം തടഞ്ഞു. യെലേന ആ ട്രക്കുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ ട്രക്കുകൾ വേറെ ആരെ നശിപ്പിക്കുന്നതാണ് കണ്ടത്. അടുത്ത നിമിഷം വേറെ ഒരു ഗ്രനേഡ് വന്ന് വീണ് രണ്ടാമത്തെ ട്രക്കും തകരുകയാണ്. അത് ബക്കിയായിരുന്നു. അയാൾ അവരെ ബൈക്കിൽ ഫോളോ ചെയ്ത് വന്നതായിരുന്നു. ഇവർ കരുതിയത് ബക്കി അവരെ രക്ഷിക്കാൻ വന്നതാണെന്നാണ്. പക്ഷേ അയാളുടെ അടുത്ത ഗ്രനേഡ് വന്ന് വീണത് ഇവരുടെ കാറിലായിരുന്നു. ഈ സമയം ഓക്സി കമ്പനിയുടെ ഒരു സീക്രട്ട് ഫെസിലിറ്റിയിൽ ബോബ് എഴുന്നേൽക്കാൻ തുടങ്ങുകയാണ്. അവനാണെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ വാലന്റീന അങ്ങോട്ട് വന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങി. ബോബ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അവന് മാനസിക രോഗിയായ ഒരു അമ്മയും ഉണ്ടായിരുന്നു. ഇവൻ കുട്ടിക്കാലത്ത് എന്തോ കുറ്റമൊക്കെ ചെയ്തതിന് ജുവനൈൽ ഹോമിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ അവന്റെ അച്ഛനെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ അവൻ വളരെ അസ്വസ്ഥനാവാൻ തുടങ്ങുന്നു. ആ സമയത്ത് അവന്റെ ആ പവർ കൊണ്ട് അവിടുത്തെ ലൈറ്റുകളൊക്കെ മിന്നുകയാണ്. വാലന്റീന പതിയെ അവനെ തന്റെ വശത്താക്കാൻ ശ്രമിക്കുകയാണ്. യെലേനയും സംഘവും ക്രിമിനൽസ് ആണ്. പക്ഷേ ബോബിനെ ഒരു സൂപ്പർ ഹീറോ ആക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതിനിടയ്ക്ക് അവർ ബോബിന്റെ കയ്യിൽ പതിയെ തൊടുന്നു. അപ്പോൾ അവർ തന്റെ ജീവിതത്തിലെ ഒരു മെമ്മറിയാണ് കാണുന്നത്. കുട്ടിക്കാലത്ത് തന്റെ അച്ഛനെ അവരുടെ മുന്നിലിട്ട് ഒരാൾ കൊല്ലുന്നു. ബോബ് വാലന്റീൻ പറഞ്ഞ ആ ഓഫർ സ്വീകരിക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്തു വരികയാണ്. അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് മെൽ അവരോട് പറയുന്നത് ബോബിന്റെ മൈൻഡ് വളരെ അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അയാളെ ഒരു സൂപ്പർ ഹീറോ ആക്കാൻ നോക്കുന്നത് അത്ര നല്ല ഐഡിയ അല്ലെന്നാണ്. പക്ഷെ വാലന്റീനക്ക് അതൊന്നും പ്രശ്നമല്ലായിരുന്നു. അവർ ഒരു കിൽ സ്വിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. ബോബ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ അത് ഉപയോഗിച്ച് അപ്പൊ തന്നെ അവനെ ഇല്ലാണ്ടാക്കാം. ഇനി കാണിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഫെസിലിറ്റിയിൽ ബക്കി യെലേനയെയും ടീമിനെയും കെട്ടിയിട്ടിരിക്കുന്നതാണ്. അവർ വാലന്റീനയ്ക്ക് എതിരെയുള്ള തെളിവുകളായതുകൊണ്ട് അവരെ അവർക്കെതിരെ ഉപയോഗിക്കാനാണ് ബക്കിയുടെ ഉദ്ദേശം. പക്ഷെ അവർ പറയുന്നത് അവർ ഇപ്പോൾ വാലന്റീനയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ലെന്നും അവർക്ക് എങ്ങനെയെങ്കിലും ബോബിനെ രക്ഷിക്കണമെന്നുമാണ്. പക്ഷെ അയാൾ അത് വിശ്വസിക്കുന്നില്ല. ആ സമയം ബക്കിക്ക് മെല്ലിൽ നിന്നൊരു കോൾ വരുന്നു. അവളും ഈ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. ബോബ് വളരെ അൺസ്റ്റേബിൾ ആണ്. അവന് ഈ പവർ ഒക്കെ കൊടുത്താൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. അത് കേട്ടതോടുകൂടി ബക്കി എല്ലാവരെയും അഴിച്ചു വിടുകയാണ്. പിന്നെ വാലന്റീനയെ ഒതുക്കാൻ തന്റെ ഒപ്പം കൂടാനും അവരോട് പറയുന്നു. ഇതേ സമയം വാലന്റീന ബോബിനെ അവന്റെ പവേഴ്സ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവനെ പഠിപ്പിക്കുകയാണ്. അവൻ ഒരു ഗ്ലാസ് മൂവ് ചെയ്തിട്ട് അതിനകത്ത് വെള്ളം തിളപ്പിച്ച് അതിനെ പൊട്ടിക്കുകയാണ്. ഈ സമയം ബക്കി ഒരു ട്രക്ക് ഓടിച്ചുകൊണ്ട് ആ സിറ്റിയിലേക്ക് വരികയാണ്. ടീം മൊത്തം ആ ട്രക്കിന്റെ ബാക്കിലുണ്ട്. അവർ ബോബിനെ താമസിപ്പിച്ചിരിക്കുന്ന ഫെസിലിറ്റിയിൽ എത്തുമ്പോൾ എൻട്രൻസ് ഒക്കെ തകർത്തിട്ട് ആ ട്രക്ക് അകത്തേക്ക് പായിച്ചു കയറ്റുകയാണ്. എല്ലാവരും പുറത്തേക്ക് വന്ന് ഗാർഡുകളോടെല്ലാം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വാലന്റീന അവിടെയുള്ള സ്പീക്കർ വഴി അവരോട് സംസാരിക്കുകയാണ്. ആ എൻട്രൻസ് തുറന്നിട്ടത് നിങ്ങൾക്ക് അകത്തേക്ക് വരാനാണ്. എല്ലാവരും വേഗം മുകളിലേക്ക് വരിക. നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അവർ ആ ലിഫ്റ്റിൽ
കയറി ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലെത്തി. അവിടെ വെച്ച് വാലന്റീന അവരെ ഓരോരുത്തരെയായി ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ബക്കി അവരെ പിടിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവന്റെ കൈ അവിടെ ഫ്രീസായി നിൽക്കുകയാണ്. ആരോ അവന്റെ കൈ പിടിച്ച് വലിച്ചതുപോലെ. അത് ബോബായിരുന്നു. അവനിപ്പോൾ സെൻട്രിയുടെ പുതിയ സൂപ്പർ ഹീറോ സൂട്ടിലാണ് ഉള്ളത്. അവന്റെ മുടിയുടെ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട്. പത്രക്കാർ ഇപ്പോൾ ആ ഫെസിലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാലന്റീനയുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ബോബ് ഇപ്പോൾ എലേനയെയും ടീമിനെയും നശിപ്പിക്കണം. അങ്ങനെ അവന് കുറെ വില്ലന്മാരെ നശിപ്പിച്ച് ലോകത്തിനെ രക്ഷിച്ച പുതിയ ഒരു സൂപ്പർ ഹീറോ ആയി പേരെടുക്കാൻ പറ്റും. ബോബിന് പക്ഷേ അവർ ഉപദ്രവിക്കണമെന്നില്ല. അവരോട് സ്വയം കീഴടങ്ങാനാണ് അവൻ പറയുന്നത്. പക്ഷേ അവർ അതിന് തയ്യാറല്ലായിരുന്നു. അലക്സി ബോബിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ബോബ് ഒരു ചെറിയ പഞ്ച് കൊണ്ട് അവനെ വളരെ ഈസിയായി ഭിത്തിയിലേക്ക് എടുത്തെറിയുന്നു. എലേന അവരോട് ഫൈറ്റ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ മറ്റുള്ളവർ ബോബിനെ ആക്രമിക്കുന്നു. എന്നാൽ അവരെ എല്ലാവരെയും അവൻ എളുപ്പത്തിൽ തോൽപ്പിക്കുകയാണ്. ബക്കി ഷൂട്ട് ചെയ്തെങ്കിലും ബോബ് വെടിയുണ്ടകളെ വായുവിൽ തന്നെ സ്റ്റോപ്പ് ചെയ്ത് തിരികെ അയക്കുന്നു. ഇപ്പോൾ വാക്കർ തന്റെ ഷീൽഡുമായിട്ട് അവരുടെ ഇടയിൽ വന്നിട്ട് ആ ബുള്ളറ്റ് ഒക്കെ തടയുന്നു. അവർ തമ്മിലുള്ള ഫൈറ്റ് തുടരുമ്പോൾ ബോബ് വളരെ പവർഫുൾ ആണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അലക്സിനെ വിൻഡോ വഴി പുറത്തേക്ക് എറിഞ്ഞിട്ട് അതേപോലെ തന്നെ തിരികെ കൊണ്ടുവരുന്നു. ഇവയുടെ സ്പെഷ്യൽ മൂവ്സ് എല്ലാം തന്റെ വേഗത കൊണ്ട് അവൻ തടുക്കുന്നു. വാക്കറിന്റെ ഷീൽഡ് ആണെങ്കിൽ രണ്ടറ്റത്തും വളഞ്ഞുപോയി. എലേന അവന്റെ പുറത്തേക്ക് ചാടിക്കേറി അവനെ ഷോക്ക് അടിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ അവളെ അവൻ മുകളിലേക്ക് കൊണ്ടുപോയി ഇടിപ്പിച്ച് വീഴ്ത്തുന്നു. ഈ സമയം വാക്കർ ഗണ്ണെടുത്ത് അവനെ ഷൂട്ട് ചെയ്യുമ്പോൾ ബോബ് തന്റെ ഹീറ്റ് വിഷൻ ഉപയോഗിച്ച് ആ തോക്കിനെ കരിച്ചു കളയുന്നു. പിന്നെ ബോബ് ബക്കിയുടെ മെറ്റൽ കൊണ്ടുള്ള കൈ നശിപ്പിച്ചു കളയുകയാണ്. ഇതോടെ ടീമിന് മനസ്സിലായി ഇനിയും ഇവിടെ നിന്നാൽ രക്ഷയില്ല, വേഗം സ്ഥലം വിടാം. അവർ വേഗം ലിഫ്റ്റിലേക്ക് കയറി. അപ്പോൾ വാലന്റീന ബോബിനോട് അവരെ കൊല്ലാൻ പറയുന്നു. പക്ഷെ ബോബ് അതിന് റെഡിയായില്ല. അവർ തനിക്കൊരു ഭീഷണിയല്ലെന്നാണ് അവൻ പറയുന്നത്. അവൾ അവനോട് തന്റെ ഓർഡറുകൾ അനുസരിക്കണമെന്ന് പറയുമ്പോൾ ബോബിന് അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. താൻ വളരെ പവർഫുൾ ആണ്, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനൊക്കെ തനിക്കറിയാം. ഇനി ഇവനെ വിട്ടാൽ ശരിയാവില്ല എന്ന് വാലന്റീനക്ക് മനസ്സിലായി. അവർ വേഗം തന്നെ തന്റെ കിൽ സ്വിച്ച് റെഡിയാക്കുന്നു. എന്നാൽ ബോബ് പെട്ടെന്ന് അവളെ പിടിച്ച് അടുത്തുള്ള ചുമരിലേക്ക് തള്ളുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ സ്വിച്ച് താഴെ വീഴുകയാണ്. അവൻ അവളെ കൊല്ലാൻ പോകുമ്പോൾ സ്വിച്ച് പ്രസ് ചെയ്യുന്നു. അതോടെ അവൻ കുഴഞ്ഞ് താഴെ വീണു. ബോബ് മരിച്ചു എന്ന് കരുതി അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അവന്റെ ശരീരം അവിടുന്ന് മാറ്റാനായിട്ട് ഒരു ക്രൂവിനെ അയക്കണമെന്ന് വാലന്റീന മെൻലിനോട് പറയുന്നു. ആ ലിഫ്റ്റ് ക്ലോസ് ആകുമ്പോൾ ഒരു ഡാർക്ക് എനർജി വന്നിട്ട് ബോബിനെ പൊതിയുകയാണ്. ആ സമയത്ത് ആ ബിൽഡിങ്ങിന്റെ പുറത്ത് എലേനയും ടീമും പുതിയ പ്ലാൻസ് എന്താണെന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. എന്നാൽ എലേന പറയുന്നത് നമ്മുടെ ടീമിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഇതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അലക്സി അവളോട് പിറകെ ചെന്നിട്ട് ഒരു വർഷത്തോളം അവളുമായി കോണ്ടാക്ട് ഒന്നും ചെയ്യാത്തതിന് അവളോട് മാപ്പ് പറയുന്നു. അവൾ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നാണ് അയാൾ കരുതിയത്. ഇത് കേട്ട് എലേനക്ക് ദേഷ്യമാണ് വരുന്നത്. എന്തെങ്കിലും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ തന്റെ സഹോദരിയോ ഇല്ലാതെ വളരെ ഒറ്റപ്പെട്ടും ഡിപ്രസ്ഡ് ആയുമാണ് അവൾ ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. അപ്പോൾ അലക്സി അവളൊരു അസാസിനായി മാറുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ എത്ര നല്ല കുട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈ സമയം ആളുകളെല്ലാം എന്തോ കണ്ടിട്ട് മുകളിലേക്ക് നോക്കുന്നുണ്ട്. ബോബ് ഇങ്ങനെ വായുവിൽ പൊങ്ങി നിൽക്കുന്നതാണ് അവർ കണ്ടത്. പക്ഷെ അത് പഴയ ബോബ് അല്ലായിരുന്നു. അവനിപ്പോൾ മൊത്തത്തിൽ ഡാർക്ക് ആയിട്ടാണ് കാണുന്നത്. ഈ അവസ്ഥയെ വോയിഡ് എന്നാണ് പറയുക. സോൾജിയേഴ്സ് എല്ലാം ബോബിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതൊന്നും അവനെ ഏൽക്കുന്നുണ്ടായിരുന്നില്ല. ബോബ് അവന്റെ കൈയൊന്ന് ഉയർത്തി. അതോടെ ആ സോൾജിയേഴ്സ് എല്ലാം അപ്രത്യക്ഷമായി. അവരുടെ നിഴലുകൾ മാത്രം അവിടെ അവശേഷിച്ചു. ഇങ്ങനെ നിഴലായി പോകുന്നവർ ആക്ച്വലി മരിച്ചിട്ടുണ്ടാവില്ല. അവർ വോയിഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുക. ഈ സമയം 2 ഹെലികോപ്റ്ററുകൾ അവന്റെ പിറകെ വന്നു. അവൻ അതിലെ സോൾജിയേഴ്സിനെ വോയിഡ് ചെയ്ത് കളഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ട ആ ഹെലികോപ്റ്റർ നേരെ ഒരു ബിൽഡിങ്ങിൽ ചെന്ന് ഇടിക്കുകയാണ്. ടവർ ഇടിഞ്ഞ് നിലത്തേക്ക് വീഴുമ്പോൾ താഴെയുള്ള ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുകയാണ്. അലക്സി കുറച്ച് ആളുകളെ രക്ഷിച്ച് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാക്കുന്നു. അങ്ങനെ എലേനയും വാക്കറും ഗോസ്റ്റും ബക്കിയും എല്ലാം അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ രക്ഷിക്കുകയാണ്. ഇതൊക്കെ കണ്ട് അവർ കൈയടിക്കുന്നു. ഈ സമയം വലിയൊരു കോൺക്രീറ്റ് കഷ്ണം ഒരു കുട്ടിയുടെ ദേഹത്തേക്ക് വീഴാൻ പോകുന്നു. അലക്സി വേഗം ചെന്ന് അവളെ രക്ഷിച്ചു. പക്ഷെ ബോബ് ആ കുട്ടിയെയും വോയിഡ് ചെയ്ത് കളഞ്ഞു. ബോബിന്റെ ആ ഷാഡോ ആ സിറ്റിയിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണ്. അത് ടച്ച് ചെയ്യുന്ന ആളുകളെല്ലാം വോയിഡ് ആയി പോകുന്നു. ആളുകളെല്ലാം ഇങ്ങനെ പേടിച്ചോടുമ്പോൾ അവരുടെ ടീം എല്ലാവരെയും ഓരോ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറ്റി സേഫ് ആക്കാൻ നോക്കുകയാണ്. പക്ഷെ എലേന നേരെ ആ നിഴലിന്റെ അകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൾ വോയിഡിന്റെ അകത്തെത്തി. അവിടെ അവളുടെ ഫ്രണ്ട് മരിക്കുന്ന ആ സീനാണ് കാണുന്നത്. അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു മതിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് സാധിക്കുന്നില്ല. പെട്ടെന്ന് അവൾ ഓടിച്ചെന്ന് ആ അറ്റാക്ക് ചെയ്യുന്നവന്റെയും അവളുടെ ഫ്രണ്ടിന്റെയും ഇടയിൽ കയറി നിന്നു. പക്ഷെ വളരെ വൈകിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവളെ ഷൂട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് എലേന ഒരു മരത്തിന്റെ അടുത്തേക്ക് വലിച്ചെറിയപ്പെടുന്നു. അതിന്റെ ചില്ലകളെല്ലാം കൂടെ അവളെ വരിഞ്ഞു മുറുക്കുകയാണ്. അവൾ അതിനെ വകഞ്ഞു മാറ്റി അവിടുന്ന് ആ മതിലിനുള്ളിലൂടെ രക്ഷപ്പെടുന്നു. ഇപ്പോ അവൾ കുട്ടിക്കാലത്തുള്ള ഒരു മെമ്മറിയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇത് അസാസിനുകൾ ആവാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ക്ലാസ് ആണ്. അവളായിരുന്നു ആ ക്ലാസ്സിൽ ആദ്യം ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് മറ്റു കുട്ടികളെ അവരുടെ ട്രെയിനർ ശിക്ഷിക്കുകയാണ്. ആ ക്രൂരത കാണുന്നതിൽ നിന്ന് കുട്ടിയായ എലേനയെ തടയുന്നതിനായി അവളുടെ കണ്ണു പൊത്തി. പിന്നെ അവളുടെ മുന്നിൽ ഒരു കണ്ണാടി പ്രത്യക്ഷപ്പെടുകയാണ്. അതിനുള്ളിൽ ബോബിനെയാണ് അവൾക്ക് കാണാൻ സാധിച്ചത്. അവൾ അത് ഷൂട്ട് ചെയ്ത് തകർത്തിട്ട് അതിനുള്ളിലൂടെ കടന്നു. അപ്പുറത്ത് അവൾ കണ്ടത് കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന എലേനയെയാണ്. ആ എലേന ഇവളെ പിടിച്ച് മതിലിനോട് ചേർത്ത് നിർത്തി മദ്യം കുടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ആ സീനും റീസെറ്റായി. അവൾ അവിടെ നിന്നുകൊണ്ട് ബോബിനെ വിളിക്കുമ്പോൾ അവൻ ഒരു കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുന്നു. അവൾ അവനോട് തനിക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ബോബ് അവളെ തന്റെ മുറിയിലേക്ക് കയറാൻ അനുവദിക്കും. ബോബ് പറയുന്നത് അവനല്ല വോയിഡ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. അവന്റെ മോശം ദിവസങ്ങളിൽ വോയിഡ് അവനെ ഏറ്റെടുക്കുകയാണ് ചെയ്യാറ്. ആ സമയം എലേന ആരൊക്കെയോ
ഉച്ചത്തിൽ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ബോബിന്റെ കുട്ടിക്കാലത്ത് അവന്റെ അച്ഛൻ കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ യെലേന അവന്റെ അടുത്തിരുന്ന് അവനെ സമാധാനിപ്പിക്കുകയാണ്. അവൻ മറ്റുള്ളവരെ ആശ്രയിക്കാൻ ശീലിക്കണമെന്നും അവന്റെ ബുദ്ധിമുട്ടുകൾ അവരുമായി പങ്കുവെക്കാൻ തയ്യാറാകണമെന്നുമാണ് അവൾ പറയുന്നത്. ബോബ് ആ പറഞ്ഞത് ശരിയാണ് എന്ന് സമ്മതിച്ചപ്പോൾ ആ മുറി കിടന്ന് കുലുങ്ങാൻ തുടങ്ങി. അവിടുത്തെ സാധനങ്ങളെല്ലാം ഇങ്ങനെ പറന്നു നടക്കുകയാണ്. യെലേനയെ ആ ചുവരുകൾ വലിച്ചെടുക്കാൻ തുടങ്ങി. പക്ഷേ അവൾ അതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അവിടെയുള്ള കർട്ടനുകൾ തനിയെ വന്ന് അവളുടെ കഴുത്തിൽ ചുറ്റി അവളെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ബാക്കിയുള്ളവരും അവിടെ എത്തി ആ കർട്ടൻ മുറിച്ച് കളഞ്ഞ് അവരെ രക്ഷപ്പെടുത്തി. പിന്നെ അവിടെ ഇങ്ങനെ പറന്നു നടക്കുന്ന സാധനങ്ങളെല്ലാം ഒതുക്കി ആ റൂമിനെ പഴയതുപോലെയാക്കി. ആ വോയിഡ് ന്യൂയോർക്ക് നഗരത്തെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോബ് പറയുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവർ മറ്റു മുറികളിലൂടെയൊക്കെ സഞ്ചരിക്കണമെന്നാണ്. അവിടെയെല്ലാം അവന്റെ ഏറ്റവും മോശപ്പെട്ട ഓർമ്മകളാണ് ഉള്ളത്. അങ്ങനെ അവർ മറ്റു മുറികളിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ഓരോ മുറികളിലൂടെ കടന്ന് അവസാനം ആ പരീക്ഷണങ്ങൾ നടന്ന ലാബിലെത്തി. ബോബിന്റെ വോയിഡ് രൂപം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് ടീമിലെ എല്ലാവരെയും അവിടെയുള്ള സാധനങ്ങൾ വെച്ച് ട്രാപ്പ് ചെയ്ത് കളഞ്ഞു. ബോബ് വോയിഡിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് അവനോട് പറയുന്നത് നമ്മൾ എപ്പോഴും ഒറ്റക്കായിരിക്കുമെന്നാണ്. ആ റൂം തകരാൻ തുടങ്ങുകയാണ്. ബോബ് അവന്റെ ഫ്രണ്ട്സിനെ ഒന്ന് നോക്കിയിട്ട് വോയിഡിന്റെ നേരെ ചാടി വീണു. എന്നിട്ട് അതിനെ വീണ്ടും വീണ്ടും അടിച്ചു. പക്ഷെ ആ ഇരുട്ട് അവനെ പൊതിയാൻ തുടങ്ങിയിരുന്നു. ഈ സമയം അലക്സി യെലേനയെ ട്രാപ്പിൽ നിന്ന് രക്ഷിച്ചു. അവൾ മുമ്പിലുള്ള തടസ്സങ്ങളെല്ലാം ചാടിക്കിടന്ന് ബോബിന്റെ പിന്നിൽ നിന്ന് വന്ന് അവനെ പിടിച്ചു. ആ വോയിഡ് അപ്പോഴേക്കും അവനെ മുഴുവനായി പൊതിയാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് അവരോടൊപ്പം കൂടി. തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ബോബ് തന്റെ ഉള്ളിലുള്ള വോയിഡിനെ ഓവർകം ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും തിരിച്ച് സിറ്റിയിൽ തന്നെ എത്തി. അപ്പോഴേക്കും അവിടെ മൂടിയിരുന്ന ആ നിഴൽ മുഴുവനും ഒഴിഞ്ഞു പോയിരുന്നു. വോയിഡിൽ പെട്ടുപോയ ആളുകളും അങ്ങനെ തിരിച്ചെത്തി. പക്ഷെ ബോബിന് നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഈ സമയം അവർ അവിടെ വാലന്റീനയെ കാണുന്നു. അവർക്കിട്ട് ഒന്ന് കൊടുക്കാൻ വേണ്ടി എല്ലാവരും അവരുടെ നേരെ നീങ്ങുമ്പോൾ വാലന്റീന അവിടെയുള്ള ഒരു മറയുടെ പിന്നിലേക്ക് മാറുന്നു. അവരെ ഫോളോ ചെയ്ത് അതിനപ്പുറത്തെത്തുമ്പോൾ കാണുന്നത് വാലന്റീൻ അവിടെ ഒരു പ്രസ് കോൺഫറൻസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ വെച്ച് വാലന്റീന പത്രക്കാരോട് പറയുന്നത്, നമുക്ക് ഇപ്പോ ഒരു അവഞ്ചർ ടീം ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലൊരു ടീമിനെ സെറ്റപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. ഇത്രയും പറഞ്ഞ് യെലേനയെയും ടീമിനെയും പുതിയ അവഞ്ചർ ടീം ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ യെലേന പതിയെ വന്ന് വാലന്റീനയുടെ ചെവിട്ടിൽ പറയുന്നു, നിന്നെ ഞങ്ങൾ പിന്നീട് എടുത്തോളാമെന്ന്. അങ്ങനെ 14 മാസങ്ങൾ കഴിഞ്ഞു. ഗവൺമെന്റ് ഇവരെ പുതിയ അവഞ്ചേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയായ സാം അവൻ ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. അയാളാണെങ്കിൽ ആ പേരിന് വേണ്ടി ഒരു കോപ്പിറൈറ്റ് ഫയൽ ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല പബ്ലിക്കും ഇവരെ പുതിയ അവഞ്ചേഴ്സ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഇക്കാര്യത്തിൽ വാക്കർ വളരെ നിരാശനാണ്. അപ്പോഴാണ് അവിടെ ഒരു അലേർട്ട് വരുന്നത്. മറ്റൊരു ഡൈമെൻഷനിൽ നിന്ന് ഒരു സ്പേസ് ഷിപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. അവരിപ്പോൾ ടിവിയിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഷിപ്പായിരുന്നു. എല്ലാവരും അത് കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്.